ഹരേ കൃഷ്ണ. നാമജപം, സ്തോത്രപാരായണം, കീർത്തനം, മന്ത്രജപം ഇവയെല്ലാം മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ശക്തിയും പ്രവർത്തിക്കാനുള്ള ഊർജവും നൽകുന്നു. ഏത് നാമവും മന്ത്രവും കൂടുതൽ കൂടുതൽ തവണ ജപിക്കുമ്പോൾ ആ നാമാക്ഷരങ്ങളിൽ കുടികൊള്ളുന്ന ദേവദേവതയുടെ, അതായത് ദേവൻ്റെയോ ദേവതയുടെയോ അഥവാ ആ മൂർത്തിയുടെ ചൈതന്യം നമുക്ക് രക്ഷാകവചമായി മാറുന്നു. കവചം എന്നാൽ ഒന്നിനെയും, അതായത് അഗ്നിയെപ്പോലും അകത്തു കടത്താത്ത കട്ടിയുള്ള ഉടുപ്പ്. പുരാണ ഇതിഹാസങ്ങളിലേക്ക് കടന്നാൽ അവതാര പുരുഷന്മാർ പോലും കവചമന്ത്രങ്ങൾ സ്വരക്ഷയ്ക്ക് ജപിച്ചിരുന്നതായി കാണാം. ഉണ്ണിക്കണ്ണനെ ഓരോ ആപത്തുകൾ വരുമ്പോഴും യശോദാദേവി മകനെ മടിയിലിരുത്തി കവചസ്തോത്രങ്ങൾ ഉരുവിട്ടതായി പറയുന്നുണ്ടല്ലോ. പൂതനാ നിഗ്രഹത്തിന് ശേഷം കണ്ണനെ മടിയിലിരുത്തി ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് അഷ്ടദിക്പാലകന്മാരെയും സർവ്വദേവീദേവന്മാരെയും സ്തുതിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ എല്ലാ തരത്തിലും രക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഭാഗവതത്തിലുണ്ട്. വീട്ടിൽ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി ദിവസവും നാമജപം ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് പേടി, ദുസ്വപ്നം, മറ്റു പീഡകൾ ഇവയൊന്നും വരികയില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവമന്ത്രം, കൃഷ്ണസ്തുതി, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇവയെല്ലാം മിക്കവരും വീടുകളിൽ ജപിച്ചു വരുന്നു. അങ്ങനെ ജപിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് നാമമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതാത് ദേവീദേവന്മാർക്ക് അനുയോജ്യമായ ഭസ്മം, ചന്ദനം, കുങ്കുമം ഇവ കയ്യിൽ വെച്ച് ജപിക്കുക. കയ്യിൽ വെച്ച് ജപിച്ച ശേഷം ഭസ്മമോ ചന്ദനമോ കുങ്കുമമോ ശുദ്ധമായ ഒരു സ്ഥാനത്ത് പൂജാ റൂമിൽ സൂക്ഷിച്ചു വയ്ക്കുക. അടുത്ത ദിവസവും ഇത് കയ്യിലെടുത്ത് ജപിച്ച ശേഷം സൂക്ഷിച്ചു വയ്ക്കുക. ഇതിങ്ങനെ തുടരുക. അതിൽ നിന്നും കുങ്കുമമോ ചന്ദനമോ എടുത്ത് നെറ്റിയിൽ തൊട്ടുകൊള്ളുക. ആവർത്തിച്ച് ജപിച്ച ഭസ്മം, ചന്ദനം, കുങ്കുമം ഇവയ്ക്ക് ശക്തി കൂടും, ദേവചൈതന്യം കൂടും, ഗുണാനുഭവം, സൽകീർത്തി, ഐശ്വര്യം മുതലായവ വർദ്ധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. എല്ലാവരുടെയും ആഗ്രഹമാണ്, ഒന്ന്, എനിക്ക് വേദനയില്ലാത്ത മരണം നൽകണമേ എന്ന്. രണ്ടാമത്തതായി, മറ്റുള്ളവരെ ആശ്രയിക്കാത്ത ഒരു ജീവിതം എനിക്ക് നൽകണമേ എന്ന്. മൂന്നാമതായി, ഭഗവാനെ മരണസമയത്ത് നിൻ്റെ മാത്രം ദർശനം എനിക്ക് നൽകണമേ എന്ന്. കാരണം നമ്മുടെ പണം, പദവി, യശസ്സ്, ബന്ധുക്കൾ, മിത്രങ്ങൾ ഒന്നും നമ്മുടെ തുണയ്ക്കില്ലാത്ത ആ അന്ത്യനാളുകളിൽ മനസ്സിൽ നമ്മുടെ ഇഷ്ടമൂർത്തിയെ ദർശിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നതിൽ പരം മറ്റൊരു പുണ്യം മറ്റെന്താണ്? മരിച്ചു കഴിയുമ്പോൾ ആർക്ക് വേണം കണ്ണീർ മുത്തം, സ്നേഹം? നമ്മളെ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ, സങ്കടത്തിലാകുമ്പോൾ ഒരു നേരത്തെ ആഹാരമോ ഒരിറ്റു സ്നേഹമോ? എന്തിന്? സ്നേഹത്തോടെ ഒരുമിച്ചൊന്നിരിക്കാനോ ആശ്വസിപ്പിക്കാനോ പോലും സമയം കണ്ടെത്താത്ത നമ്മളെ മനസ്സിൻ്റെ നീറ്റൽ മനസ്സിലാക്കാത്ത മക്കൾ, ഭാര്യ, ഭർത്താവ്, മിത്രങ്ങൾ, ബന്ധുക്കൾ ഉൾപ്പെടെ ഏത് ബന്ധങ്ങളും ആയിക്കൊള്ളട്ടെ, മരിച്ചു കഴിയുമ്പോൾ കരഞ്ഞു നിലവിളിച്ച് വിഭവസമൃദ്ധമായ ചടങ്ങുകളും നടത്തി സദ്യയും വിളമ്പി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചിലവ് ചെയ്തും സോഷ്യൽ മീഡിയയിൽ മരണപ്പെട്ട ആളെക്കുറിച്ച് പുകഴ്ത്തി എഴുതിയും നാട്ടുകാർ ഉൾപ്പെടെ കാണുന്നവരോടെല്ലാം കണ്ണീരൊഴുക്കി സങ്കടം പറഞ്ഞും നടന്നിട്ട് എന്ത് കാര്യം? ഒരു പരിഗണന, സ്നേഹം, കരുതൽ ഇതൊക്കെ നമ്മളെ പരിഗണിക്കുന്നവരോട്, നമ്മളെ സ്നേഹിക്കുന്നവരോട് ഉണ്ടെങ്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായി ജീവിച്ചിരിക്കുമ്പോൾ നൽകാൻ ശ്രദ്ധിക്കണം. കാരണം ഒന്ന് കാലുവഴുതി വീണാൽ തീരാവുന്ന സമയമേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. ജീവിതത്തിലെ ഏതൊരു പരീക്ഷണത്തെയും പതറാതെ സമചിത്തതയോടെ നേരിടാൻ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് എപ്പോഴും പുഞ്ചിരി തൂകുന്ന കൃഷ്ണൻ. മഹാവിഷ്ണു
ഭഗവാന്റെ കലകൾ പൂർണ്ണമാകുന്ന ഈ അവതാരത്തെ ആരാധിച്ചാൽ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമുണ്ടാക്കാം. ഇതിന് പറ്റിയ ധാരാളം കൃഷ്ണമന്ത്രങ്ങളുണ്ട്. ഹരേ കൃഷ്ണ.